അന്ധവിശ്വാസങ്ങളും ആഭിചാരങ്ങളും തടയാൻ പ്രത്യേക സെൽ വേണമെന്ന് ഹൈക്കോടതി. പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതുവരെ കാത്തുനിൽക്കേണ്ടതില്ല. ഇത്തരം പരാതികൾ കൈകാര്യം ചെയ്യാനാണ് പ്രത്യേക സെൽ. നിയമനിർമ്മാണത്തിന് സർക്കാരിനെ നിർബന്ധിക്കാൻ പരിമിതികളുണ്ട്. 4 വർഷമായിട്ടും അന്തിമ തീരുമാനമെടുക്കാതെ നടപടികൾ നീണ്ടുപോകുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനുണ്ട്. മുജ്തബ, ഈ പ്രത്യേക സെൽ വേണമെന്നാണ് കോടതിയുടെ ആവശ്യം. ഇത് സർക്കാരിനെതിരായിട്ടൊരു വിമർശനമായി കാണാമോ? കാരണം സർക്കാരിനെ നിയമനിർമ്മാണത്തിന് നിർബന്ധിക്കാൻ പരിമിതിയുണ്ട് എന്നാണല്ലോ കോടതി പറഞ്ഞത്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ശ്യാംകുമാർ VM എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ അന്ധവിശ്വാസങ്ങൾ, പ്രത്യേകിച്ച് നരബലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തടയുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സാധാരണഗതിയിലുള്ള ക്രിമിനൽ നടപടികൾക്ക് അപ്പുറത്ത് ഇതിന് സ്പെസിഫിക് ആയ ഒരു നിയമനിർമ്മാണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ നേരത്തെ നിയമനിർമ്മാണം നടത്താൻ സർക്കാർ മുന്നോട്ട് പോയിരുന്നെങ്കിലും പിന്നീട് അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതെല്ലാം കോടതിയിൽ നേരത്തെ തന്നെ സർക്കാർ അറിയിക്കുകയും സർക്കാരിനോട് എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ചു, അതിന് വീണ്ടും തുനിയണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകിയതാണ്. പക്ഷേ ഇപ്പോഴും ഈ 2022 ഒരു ബില്ലിന് രൂപം നൽകിയ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോവുകയും ചെയ്തു. ഇന്ന് ഈ 2026 അത് സംബന്ധിച്ചൊരു പുരോഗതി, ആശാവഹമായ ഒരു പുരോഗതി ഈ കാര്യത്തിൽ ഇല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചാണ് സർക്കാരിനോട് ഈ ഒരു നിയമനിർമ്മാണം നടത്തണമെന്ന് ആവർത്തിച്ച് പറയുന്നതിൽ കോടതികൾക്ക് പരിമിതിയുണ്ട്. അതൊരു വിമർശനമല്ല, ഒരു വസ്തുതാപരമായ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് കോടതികൾക്ക് അത് അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമായ പരിമിതികളുണ്ട്. പക്ഷെ നിർദ്ദേശങ്ങൾ കോടതികൾക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്യാം. പക്ഷേ ആ നിയമനിർമ്മാണം എന്നാകും എന്നിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കാനും നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങളെ, പ്രത്യേകിച്ച് ക്രൂരമായ പല ആഭിചാരങ്ങളും നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതെല്ലാം തടയുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സെൽ രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നത്. ഇത്തരം ക്രൂരമായ ആചാരങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സർക്കാരിനുള്ള ഗൗരവം ഈ സെല്ല് രൂപീകരിക്കുന്നതിലൂടെ കുറെ കൂടി വ്യക്തമാകുമെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണമായ വിമർശനമായി കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ അത്തരമൊരു നിർദ്ദേശമുണ്ടെങ്കിൽ കുറെ കൂടി വ്യക്തതയോടെ, ക്ലാരിറ്റിയോടുകൂടി സർക്കാരിന് ഈ വിഷയത്തിൽ ആക്ട് ചെയ്യാൻ കഴിയും എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളുമാണ് കോടതി പങ്കുവെക്കുന്നത്. വർഷ.